നമ്മൾ വീണ്ടും റിപ്പോർട്ടറായിട്ട് വന്നേക്കാണ്. ഇത് ഈ വീടിന്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഞാൻ നേരെ വിളിച്ചു അയ്യത്തൂടെ കയറി ഓടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉറപ്പായിട്ടും പാർട്ട് 1 കണ്ടിട്ട് മാത്രമേ പാർട്ട് 2 മാത്രം കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് എൻ്റെ ഈ ഹാർഡ് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇല്ലാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് പോവാം. ഇക്കടുത്ത് ഞാൻ സേവ് ചെയ്യുക എവിടെ അറിയത്തില്ല, എവിടെ വെച്ചാൽ എത്തും. അപ്പോൾ നമ്മളിവിടെ തരുന്നുണ്ട് സൗണ്ട് വെച്ച് പറഞ്ഞു എനിക്ക് പേടിയാം. അപ്പോൾ നമ്മൾ ഈ പാവ ഇന്നലെ കണ്ടില്ല, ഈ പാവ നമുക്കൊരു ഉപകാരമുണ്ട്. ഈ പാവ എന്നെ നോക്കിയാൽ ഒരു കോഡ് കണ്ട, ആ കോഡ് ഓർത്ത് വെക്കണം. 6192 6192. ഇതൊരു ലോങ് ഗെയിമാണ്. കുറെ ഉണ്ട്, എത്ര പാട്ട് ഇടാൻ പറ്റുന്ന അറിയത്തില്ല. അതൊക്കെ പോയി എനിക്ക് വള്ളി അടിക്കാൻ പോയി. ഈ ഫോട്ടോ ഇതുണ്ട് യവനാണ് നമ്മൾ ഇന്നലെ പിടിച്ചത്. ഒരു വട്ട് പിടിച്ചു കൊടുത്തതാണ് ഈ ഫോട്ടോ നമ്മൾ താക്കുന്നത്. ഇപ്പോഴങ്ങോട്ട് പോകണ്ട ഇപ്പോഴങ്ങോട്ട് പോകണ്ട ഇവിടെയൊക്കെ കുറെ ഉണ്ടല്ലോ. ഇതൊക്കെ കുറെ ഇത് നോക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തുവാണ് കോഡ് വല്ലാണത്. എന്തായാലും നമുക്ക് മറ്റെടുത്ത് പോയിട്ട് നമുക്ക് അതിന്റെ കോഡൊക്കെ വെച്ചു. പിന്നെ ഈ ഗെയിമിന്റെ പ്രേതം ഒരു കിഴങ്ങനാണ്. ഇത് ഇവിടെ വന്നിട്ടാ നമ്മളിത് ഇപ്പൊ ഇങ്ങനെ ആക്കുമ്പോ അവിടെ നിന്ന് പോകുന്നു. ഇപ്പൊ അവിടെ തന്നെ പോണ്ട്. അവിടെ പോയി അവിടെ പോയല്ലോ. ഇതൊക്കെ ആറാ ഇതൊക്കെ എന്തോ. ഇത് ഐസക് ന്യൂട്ടല്ലേ? ഇവനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടോ? ഈ പാത്രം നമ്മൾ അവിടെ വെച്ച് കണ്ടതല്ലേ? ഇവിടെ അല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുണ്ടായി ഇതേപോലത്തെ ഒരു പാത്രം നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ പാവയാണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, ഈ പാവ ചിലപ്പോൾ ഇറങ്ങി വരും. ഞാനിപ്പോ എനിക്ക് പേടിയുണ്ട്. നമ്മള് ഈ പാവ ടോർച്ച് ഓടിച്ചുകൊണ്ട് മാത്രം നമ്മൾ പോകുക. അയ്യോ സൗണ്ട് കുറച്ച് എനിക്ക് ഈ സ്ഥലമൊക്കെ ഓർമ്മയില്ലേ? ഇന്നലെ നമ്മൾ കണ്ടയാ. അതൊക്കെ എന്തോന്ന് ഇവിടെ കോഡുണ്ട്. കോഡമർത്താം. ലോക്കറിൽ കോഡമർത്തുക. കോഡെത്ര പേടിക്കാൻ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 6192 അല്ലേ? തന്നെ തുറന്നേ. ഇതേപോലത്തെ ഗെയിമിനൊക്കെ നമുക്ക് കിട്ടും ഭയങ്കര സന്തോഷം. ഇത് ബോംബോ? TV ഉണ്ട്, പേപ്പർ ഒക്കെ എന്താന്ന് ഇത് മറ്റേ സാധനം കറണ്ട് അടിപ്പിക്കുന്നു. ടോർച്ച് എടുക്കടാ. ഒന്നാമത് ഗെയിം ഇരുട്ടാ മൊത്തം. നമ്മളിങ്ങോട്ട് പോകാൻ നമുക്ക്
ഇവിടെ നിന്ന് ഒന്നും കിട്ടുന്നില്ല. ഇതൊന്നും ഒന്നും ഇല്ല, ഇവിടെ നിന്ന് കിട്ടുന്നില്ല. വേറെ ഉണ്ടോ? അത് ഇരിക്കാൻ പറ്റും. A few moments later. ഞാൻ ഒരു പൊട്ടം തന്നെ. ഇവിടെ താക്കോലായിട്ട് ഞാൻ അവിടെ കണ്ണും പൂട്ടി ഇരിക്കുക. എനിക്ക് ഇവിടെ അങ്ങനെ ഡോറുള്ളതായിട്ട് ഓർമ്മയുണ്ട്. ഇല്ലേ പ്ലീസ്, ഡോർ പറഞ്ഞ കഷ്ണ കഷ്ണ. ഇവിടെ തന്നെ നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് ഷോട്ട് പള്ളി പണിയൊക്കെ അടിക്കുന്നത്. Вся эта запутанная история началась относительно недавно, в нашем небольшом городке. В один прекрасный день страх и панику у людей вызывал тот факт, что жертвы даже не были знакомы между собой. Полиция как могла замалчивала о случившемся, но часть информации все же попадала в местную прессу. Одни подогревали слухи о том, что безобразие изуродовано. Другие же утверждали, что убитые были обезглавлены. Это и побудило меня докопаться. Мне удалось выяснить, что всех убитых свозили в старую больницу на окраине города, дабы не вызывать лишней шумихи. Думаю, стоит оттуда и начать мое журналистское расследование. В любом случае, мне будет о чем написать в газету. അവന്റെ ബാഗ് തോക്കിട്ട് പോണ്ടേ വേറെ ജോൺ വിക്ക. ചാപ്റ്റർ 2 എക്സ്പെൻസീവ്. ഈ പൊട്ടാ ജനൽ പൊട്ടിച്ച് ഓടയോ പോലെ അടക്ക. ഇവിടെ മോൺസ്റ്റർ ഉണ്ടോ? അപ്പൊ കോഡ് കണ്ടുപിടിക്കണം. നേരത്തെ അടിച്ച കോഡ് ഇവിടെ അടിച്ചു നോക്കിയില്ല. കോർത്തുണ്ട് 61992. അല്ല ഇതിന് വേറെ കോഡാ. ഇവിടെ മൊത്തത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. എങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് ശരി. What the dog doing? ആരാത്? ഏയ് അയ്യോ, ഈ കൊച്ചുപിള്ളേരുടെ ഗെയിം ഇഷ്ടമല്ല. എറിയണമെങ്കിൽ പറഞ്ഞിട്ടറിയടാ. ഞാൻ പാവോടെ, ഞാൻ അവിടെ ചുമ്മാ കയറി വന്നു. ഞാൻ അവിടെ പെട്ടുപോയി. ഇവത്തെ സ്നാപ്ചാറ്റ് ഫിൽട്ടർ ഇട്ട് ഫോട്ടോ. വേറെ ഉണ്ടോ? ഒന്ന് രണ്ട് മൂന്ന്. ഇതിനി എങ്ങനെ 1 2 3 4 1 6 രണ്ടാമത്തെ 7 അങ്ങനെയാണോ? 6 7 8 9 ആണോ? ആറ് ഏഴ് എട്ട് 1 2 3 ആണോ? ഇവിടെ വര കൊടുത്തു.
ഇതൊന്ന് പ്ലക്കി വിട്ടേ. ആ ഇതായി ബാക്കി അത് സൗണ്ട് കേട്ടോ. ഇവിടെ എന്താ മൊങ്ക? ആ പേപ്പർ പ്രാക്ടിക്കൽ സൈക്കോളജി ഇതുണ്ട്. ജേർണി ഓഫ് തിയററ്റിക്കൽ സൈക്കോളജി. ബുക്ക് എന്താണ് പിന്നെ ഓർമ്മിപ്പിക്കുന്നു മൈക്കിന്. Run. കോഡ് കണ്ടുപിടിക്കാൻ രക്ഷയില്ല. എൻ്റെ 200 IQ എടുക്കേണ്ട സമയമായിരിക്കും. ആ കൊച്ചിനെ പിടിച്ച് നമ്മുടെ താലയും കുടിച്ചു. ആ കൊച്ചു പറഞ്ഞപ്പോ മൊത്തം പ്രശ്നം ഉണ്ടാക്കാം. അയ്യോ ഞാനൊരു പൊട്ട തന്നെ, എൻ്റെ ടോർച്ച് ഉണ്ടായിരുന്നു, ഞാൻ ഉപയോഗിച്ചില്ല. ഇവിടെ അങ്ങോട്ട് ടി വി വേറെ നമുക്കിപ്പം 2 കോഴി. അത് എന്തോ രണ്ടും എനിക്ക് മനസ്സിലായില്ല ഇതിന്റെ അർത്ഥം. ഇതല്ല ഏതാച്ചാ പോയിട്ട് ഇതിന്റെ അർത്ഥം ഒന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. മൈക്കിന്റെ പ്രശ്നം. Change of the unknown symbols. I think I have to remember just in case. Justin Bieber നാണ് just in case. നമുക്ക് ഇന്നാലെന്ന് വായിച്ചു. കൈ മാറ്റാ അറിയോ? കൈ വെക്കുന്നത് അവിടെ അത് കാണാൻ പറ്റും. യൂസ് ചെയ്തപ്പോലെ 12 0 1 2 3 4. കോഡ് കിട്ടിയിട്ടുണ്ട്. 1 5 2 4. ഇങ്ങനെ എനിക്ക് സംശയമുണ്ട് ഇങ്ങനെ തന്നെ ആണെന്ന്. എന്നിട്ട് നോക്കാം. കൊച്ചു ഷൂപ്പി പോരുമല്ല ഇറങ്ങി. എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്നു. 1 5 2 4. ഇപ്പം മുമ്പിൽ പ്രാഥമ നിൽക്കും. ഞാൻ ഉറപ്പില്ല ഇപ്പം മുമ്പിൽ പ്രാഥമ നിൽക്കും. ഞാൻ ഇതേപോലെ കുറെ ഗെയിം കണ്ടിട്ടുള്ള. എനിക്കിട്ട സാങ്ങല്ലേ എടാ. കസേരൊക്കെ എടുത്തെറിയുന്നെങ്കിൽ സൂക്ഷിച്ചറിയണം, എന്റെ മടക്കല്ല. ഇങ്ങനത്തെ ഗെയിമിൽ നിങ്ങൾ ബേസ്മെന്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും പോകും. അല്ല ഈ ഫുഡ് സ്റ്റെപ്പിന് എന്തൊരു വ്യത്യാസം. ഇവിടെ ഇങ്ങനെ നീട്ടി വെച്ച് പോണം. ഞാൻ പറയാം ഇത് ചെറുത്. ശരി, ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് പോയത്. ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് ഒരു ബ്ലോക്ക് വ്യത്യാസം. ഈ ഫുഡ് സ്റ്റെപ്പ് ഉണ്ടാ ഇത് 1 2 3 3 ബ്ലോക്ക് വ്യത്യാസം. കോഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ കോഡ് കിട്ടുമായിരിക്കും.
നിങ്ങൾ ഉറപ്പിച്ചോട് ജെയിംസ് കാർ എന്തായാലും മിക്കാൻ ബാലൻസ്. ഞാൻ എടുക്കാം. ഹലോ, ബ്രോ എന്തുവാടാ ഇത്? തോന്നുന്നു തലച്ചോറല്ലേ? അയ്യോ, മതിയടാ മതി, ഊയത് മതി. എനിക്ക് പേടിയാ. ഇതടാ ഞാൻ ഇവിടെ കിടക്കും കണ്ടൂടെ? എനിക്ക് നമുക്ക് മാഫിന് വേണ്ടി പറയാം, പക്ഷെ എനിക്ക് നല്ല പേടിയാ ഗൈസ്. അയ്യോ, അതെ. അയ്യോ, ഇത് മറ്റേ വാച്ച് ഡോഗ്സിന്റെ ലോഗോ. എന്റെ ക്രിയേറ്റിവിറ്റി. പക്ഷെ എനിക്ക് എന്തോ ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന ആശുപത്രി. ഇത് തുറക്കാത്ത എന്തോ വാട്ടർ ബോട്ടിൽ ഈച്ച ശല്യം. മഷിയൊക്കെ എന്താണ് ഇതിന് ജീവനുണ്ടോ? ഞാൻ വയലൻസ് കണ്ട അങ്ങനെ പേടിക്കാനൊന്നും ഗൈസ്.
ഇവിടെ എന്തോന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് താക്കോൽ ആന്തോടാ ഓരോ സാധനം ഓടിപ്പോയി. ആരാ നീ? നോട്ട് നീ മറ്റേ നമ്മൾ താഴത്തൊരു കോഡ് ഉണ്ടല്ലോ, അത് നമുക്ക് താഴെ മറ്റേ സാധനം വെച്ചിട്ടുണ്ട്. എക്സ്പ്ലോർ ടൈം. എടാ കത്തിയറ മോനെ കുത്തിക്കൊല്ല. ഡോക്ടർ മൈക്ക് പേഷ്യൻ. ഡേറ്റ് ഓഫ് ഡെത്ത് താത്ത. എനിക്ക് വന്ന് ഇവനെ ചികിത്സയ്ക്ക് അവൻ തന്നെ ചത്ത്. കാരണം ഡേറ്റ് ഓഫ് ഡെത്ത് അവന്മാര് മരിച്ചതെന്നും ഡേറ്റ് ഓഫ് സർവേ അതും ഒന്നാണ്. റീസൺ ഓഫ് ഡെത്ത് ടാക്കോട്സുബോ കാർഡിമോസ് മൈ. കൺക്ലൂഷൻ എമർജൻസി കാളറ്റത് 18:15 ലോക്കൽ ടൈം ഫ്രോം ദ ബാർ അറ്റ് ആസ്റ്റൺ ST അറൗണ്ട് 18:20. If death was verified primarily, conclusion for press was death, acute heart failure. സുരേഖത് അങ്ങാറ സ്കിൻ കളർ ഗ്രേ ബ്ലൂ ആയിരുന്നു. അങ്ങാറ കഴുത്ത് ഭയങ്കര കട്ടിയായിരുന്നു. അങ്ങാറ ബ്ലഡിനകത്ത് ആൽക്കഹോൾ കിട്ടിയില്ലായിരുന്നു. അപ്പം ഇതോ സീനാണല്ലോ ബ്രോ. ഇവിടെ ഉണ്ടല്ലോ. അടുത്ത ആള് ഇതേതാ പെണ്ണാണ് കേട്ടോ. ഇതും ഒരുമിച്ചാണോ? ഷോക്ക് ബട്ട് ഈ ഡാൻസ് തെരുവട്ടിയുടെ ഒരു അറ്റാക്ക് കിട്ടി. സിറ്റി മോർച്ച് 8 മണിയായപ്പം സ്ലോഡ് ദാറ്റ് ഷീറ്റ് സ്ട്രെസ്സും ട്രൂമാറ്റിക് ഷോക്ക് കാരണം അവൻ മരിച്ച്. ഒരു ഇവൻ ഈ പേഷ്യന്റെ പേര് ബോറിസ് ക്രാസ്ന. ഇവന്മാർക്ക് പേരെന്തിനാണ് ഇതിങ്ങനെ? ഇവിടെ ഉണ്ട്. In the same way in Boris that died on അവിടെ കൊടുത്തിട്ടുണ്ട്. Conclusion to police for investigation. ഇതൊരു വലിയ ഇതാടാ. അപ്പം ഇതാണ് ഡോക്ടർ. ഇതിന്റെ കയ്യിൽ എന്തോ വെപ്പൺ ഉണ്ടല്ലോ. ആരെ കൊന്നിട്ടുമുണ്ട്. നമുക്ക് കത്തിയൊക്കെ എടുത്തോ, നമുക്ക് എടുക്കാൻ പറ്റും. പേപ്പർ മോനെ പേടിക്കണ്ടോ, നമ്മളുണ്ടാ. ഇതൊക്കെ കയ്യിലെടുത്ത് വെക്കാൻ പറ്റത്തില്ല ഐസ്. അതാണ് വിഷയം. നമുക്ക് കൈയെടുത്ത് പിന്നെ വായിച്ചു നോക്കാം. ഇവിടെ കോഡ് നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങോട്ട് ആരാ വന്നിട്ടുണ്ടോ?
നമ്മൾ നേരത്തെ കോഡ് കണ്ടുപിടിച്ചായിരുന്നു 3 5 5 5 5. ഇത് കുത്തിയ വള്ളിയാണല്ലോ ഗൈസ്. കൺഫ്യൂഷൻ അടിക്കാന് ടോർച്ച് അടി മോൻ. എന്റെ അമ്മ അതാരാ? എന്താടാ ഗുണ്ടമാതിരി നടക്കണ? അവന്റെ സൗണ്ട് ഇട്ട് ചിരി വരുന്നു. ചമ്മോ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്താം. ഇതിന്റെ പാർട്ട് 3 ഇനി വരുന്നതായിരിക്കും. പാർട്ട് 3 അല്ലെങ്കിൽ പാർട്ട് 4 നമ്മൾ ഇതായിരിക്കും ഉറപ്പായിട്ട് കംപ്ലീറ്റ് ആയിരിക്കും. കാരണം ഇതൊരു ലോങ് ഗെയിമാണ്, പക്ഷെ കുറെ ഉണ്ട്. ഞാൻ വേറെ പൊട്ടനായതുകൊണ്ട് എനിക്കൊന്നും ഒന്നും അറിയത്തില്ല. ഞാൻ ഇത് ആദ്യമായിട്ടാണ് അതേപോലെ ഹൊറർ ഗെയിമൊക്കെ കളിക്കുന്നത്. ഗ്രാനി പോലത്തെ ഗെയിമൊക്കെ ഞാൻ പണ്ട് കളിക്കുന്നത്. ഇതേപോലത്തെ ഇൻവെസ്റ്റിഗേഷൻ ഗെയിമൊന്നും ഞാൻ കളിച്ചിട്ടില്ല. മാത്രമല്ല ഈ റിപ്പോർട്ടർ ഗെയിമിനൊരു പാർട്ട് 2 ഉണ്ട്. നിങ്ങൾ ഉറപ്പായിട്ട് പറയണത് നമ്മൾ അതും കളിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് എല്ലാം ചെയ്യുക.